എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ലിറ്റ് ലാബ് ലേണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് സ്ക്രൂട്ടിനി ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ബജറ്റ് എസ്റ്റിമേറ്റ്. അപ്പോൾ സ്ക്രൂട്ടിനി ഓഫ് SBE അല്ലേ? അപ്പൊ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളുകളിലൊക്കെ ആയിട്ട് എന്താണ് SBE എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് SBE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ഇക്കോണമിയിലെ ഇൻകവും എക്സ്പെൻഡിച്ചറിനെയും കറക്റ്റ് ആയിട്ട് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ബജറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ഇസ് എ ഡോക്യുമെന്റ് വിച്ച് ഇൻക്ലൂഡിംഗ് വാട്ട്, നമ്മുടെ ഇൻകവും അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറും. ഓക്കെ, ഇനി നോക്കുക. ആഫ്റ്റർ ദ പ്രീ ബജറ്റ് മീറ്റിംഗ്സ് ആർ ഓവർ, അപ്രൂവ്ഡ് സീലിംഗ്സ് ഫോർ എക്സ്പെൻഡിച്ചർ ആസ് ഫൈനലൈസ്ഡ് ഇൻ ദീസ് meetings are communicated, including ceilings for revenue and capital expenditure separately, on the basis of which financial advisors are required to prepare the statement of budget estimate in the form prescribed in the budget circular and forward it to budget division എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാലോ, ബജറ്റ് ഫൈനലൈസ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ഒരുപാട് പ്രീ ബജറ്റ് ഡിസ്കഷൻസ് ഉണ്ടാകും. അപ്പൊ ഈ ഡിസ്കഷൻസിനൊക്കെ ഒടുവിൽ നമ്മൾ എന്തിലേക്ക് എത്തിച്ചേരും? നമ്മുടെ ഒരു വർഷത്തെ ഒരു ആനുവൽ ഇയറിലെ സീലിംഗ് അല്ലെ, എക്സ്പെൻഡിച്ചർ സീലിംഗിലേക്ക് നമ്മൾ എത്തിപ്പെടും എന്നുള്ളതാണ്. അങ്ങനെ വൺസ് നമ്മൾ സീലിംഗിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ നമുക്ക് ആ എക്സ്പെൻഡിച്ചറുകളെല്ലാം തന്നെ സെപ്പറേറ്റ്ലി, എന്തൊക്കെയാണ് സെപ്പറേറ്റ്ലി? ഇപ്പൊ നമുക്കറിയാലോ, നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടാകും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടാകും. എന്താ, വാട്ട് ഇസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? നമുക്കറിയാലോ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സ്കൂൾ പണിയാണ്, ഗവൺമെന്റ് സ്കൂൾ അല്ലെങ്കിൽ റോഡ് അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇനി റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പം ഒരു സ്കൂൾ ബിൽഡ് ചെയ്തു, ആ സ്കൂളിന്റെ മെയിൻ്റെനൻസ് വർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താണ്, സാലറീസ് പെൻഷൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിലും അതെന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള എക്സ്പെൻഡിച്ചറിനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം. അതിനെ എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യണം? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും സെപ്പറേറ്റ്ലി നമ്മൾ കാണിച്ചുകൊണ്ടായിരിക്കണം എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ദെൻ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? ഇത് എന്തിന്റെ ബേസിസിലാണ് ഈ കാര്യം പറയുന്നത്? നമ്മുടെ ബജറ്റ് സർക്യുലറിലാണ് എന്ത് പറയുന്നത്? ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ എക്സ്പെൻഡിച്ചറുകളെ കാണിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി യൂണിയൻ ബജറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഹാസ് ബീൻ ക്രിയേറ്റഡ് ഫോർ സബ്മിഷൻ ഓർ പ്രോസസിംഗ് ആൻഡ് ഫൈനലൈസേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ബജറ്റ് എസ്റ്റിമേറ്റ് ആൻഡ് അതർ ബജറ്റ് ഡോക്യുമെന്റ്സ്. അപ്പം ഇവിടെ നമ്മളൊരു സിസ്റ്റത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. എന്താണ് UBIS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? എന്താണ്? യൂണിയൻ ബജറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഈ ഒരു സിസ്റ്റം എന്തിനാണ് ക്രിയേറ്റ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ബജറ്റ് ഡോക്യുമെന്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സബ്മിഷൻ, അതിന്റെ പ്രോസസ്സിംഗ് എന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഓൺലൈൻ സിസ്റ്റമാണ് ബേസിക്കലി എന്തെന്ന് പറയുന്നത്? നമ്മുടെ യൂണിയൻ ബജറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ദിസ് സിസ്റ്റം ഈസ് അവൈലബിൾ ഓൺലൈൻ വിച്ച് ക്യാൻ ബി ആക്സസ്ഡ് ബൈ മിനിസ്ട്രീസ് ഓർ ഡിപ്പാർട്ട്മെന്റ് ഫോർ ഫില്ലിംഗ് ഇൻ ദ ഡീറ്റെയിൽസ് ഓഫ് ദ എസ്റ്റിമേറ്റ്സ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതത് ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ മിനിസ്ട്രീസിലെ മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? നേരിട്ട് തന്നെ ഓൺലൈനായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ്, അവർക്ക് അതിൽ അവരുടെ എസ്റ്റിമേറ്റുകളിൽ വേണ്ടിയിട്ടുള്ള ഓൾട്ടറേഷൻസ് ഒക്കെ അവർക്ക് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി വിത്ത് ദ merged ഓഫ് plan and non-plan classification in budget and accounts from budget for 2017 to 2018, the central government expenditure has been classified into 6 broad categories as indicated below. അതായത് നമുക്കറിയാലോ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ്. അപ്പൊ അതിനെ നമ്മൾ ബേസിക്കലി ഇവിടെ എത്ര കാറ്റഗറി ആയിട്ടാ? 6 ബ്രോഡ് കാറ്റഗറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അതില് ഇവിടെ നമുക്ക് ഈ 6 പറയുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ വേറൊരു ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. AB എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നു. ഒന്നാമത്തത് സെന്റേഴ്സ് എക്സ്പെൻഡിച്ചർ ആണ്. 2 എന്ന് പറയുന്നത് സെൻട്രലി സ്പോൺസേർഡ് സ്കീം ആൻഡ് അതർ ട്രാൻസ്ഫേഴ്സ്. ഇതിന്റെ അണ്ടറിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ 6 ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് നോക്കാം? സെന്റേഴ്സ് എക്സ്പെൻഡിച്ചറിന്റെ അണ്ടറിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ സെന്റർ. എന്തായിരുന്നു എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? നമുക്കറിയാം, ഗവൺമെന്റ് ഇപ്പൊ എന്താണ്, ഗവൺമെന്റ് എംപ്ലോയീസിന് സാലറീസ്, പെൻഷൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആവശ്യത്തിനൊക്കെ നമ്മൾ എക്സ്പെൻഡിച്ചർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബേസിക്കലി എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻഡിച്ചർ നമ്മൾ എന്തിന്റെ അണ്ടറിലാണ് പറയുന്നത്? നമ്മുടെ സെന്റേഴ്സ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന കാറ്റഗറിയുടെ അണ്ടറിലാണ് പറയുന്നത്. ഓക്കെ,
will include all the establishment related expenditure of the ministries or department. The budgetary proposals for this section will include establishment expenditure on attached and subordinate offices on various heads related to establishment. ഇനി നോക്കുക ഏതൊക്കെ കാര്യങ്ങൾക്കാന്ന് ഇവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ കാര്യങ്ങൾക്കാ? സാലറീസ് ഉണ്ട്, മെഡിക്കൽ എക്സ്പെൻസസ്, വേജസ്, ഓവർ ടൈം, അലവൻസ്, ഫോറിൻ ട്രാവൽ എക്സ്പെൻസസ്, ഡൊമസ്റ്റിക് ട്രാവൽ എക്സ്പെൻസസ്, അങ്ങനെ ഒരുപാട് ക്ലോത്തിങ്, ടെൻറ്റേജ്, ഇങ്ങനെയുള്ള ഒരുപാട് ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പെൻഡിച്ചറുകളെ എല്ലാം തന്നെ നമ്മൾ എന്തിൻ്റെ അണ്ടറിലാണ് പറയാ? നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻഡിച്ചറിന്റെ അണ്ടറിലാണ് പറയാ. ഓക്കെ, ദെൻ വി ആർ മൂവിങ് ടു ദ സെക്കൻഡ് കാറ്റഗറി വിച്ച് ഇസ് സെൻട്രൽ സെക്ടർ സ്കീംസ്. എന്താണ് സെൻട്രൽ സെക്ടർ സ്കീംസ്? വിൽ ഇൻക്ലൂഡ് ഓൾ ദോസ് സ്കീംസ് വിച്ച് ആർ എൻറ്റയർലി ഫണ്ടഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ഇംപ്ലിമെന്റഡ് ബൈ ദ സെൻട്രൽ ഏജൻസീസ്. അപ്പൊ ഇങ്ങനെ മാത്രം ഓർക്കുക, സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറയുമ്പോൾ അത് ഫണ്ട് ചെയ്യുന്നതും അതിന് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഓക്കെ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന, അതായത് സെൻട്രൽ ഗവൺമെന്റ് സ്കീംസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? സെൻട്രൽ ഗവൺമെന്റ് ഏജൻസീസ് തന്നെയാണ് ഇതിനെ എന്ത് ചെയ്യുക? ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇൻ സം കേസസ് ആൻ എക്സെംഷൻ and with the specific prior consent of the finance ministry, the central sector schemes may be allowed to implemented through the concerned state implementing agencies. അപ്പൊ നോക്കിയേ, ചില കാര്യങ്ങളിൽ മാത്രം ഒരു ചെറിയ എക്സെംഷൻ ഉണ്ടാകും. എന്താണ് അത്? സെൻട്രൽ സെക്ടർ സ്കീം തന്നെ ആയിരിക്കും, പക്ഷേ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററുടെ കൺസെന്റ് അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്ട്രിയുടെ കൺസെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു സ്പെഷ്യൽ കേസസിൽ മാത്രം, പക്ഷെ ആ കാറ്റഗറി എപ്പോഴും സെൻട്രൽ സെക്ടർ സ്കീമിന്റെ അണ്ടറിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി തേർഡ് കാറ്റഗറി ഈസ് അതർ സെൻട്രൽ എക്സ്പെൻഡിച്ചർ. എന്താണ് അതർ സെൻട്രൽ എക്സ്പെൻഡിച്ചർ? വിൽ ഇൻക്ലൂഡ് provisions made for the central expenditures on CPSUs, autonomous bodies, etc., and other expenditure such as interest payments, repayment of debt, contribution to international organization, etc. This include expenditure covered in the category of schemes or establishment expenditure. So, ഇനി other central expenditure എന്ന് പറയുന്ന ഒരു കാറ്റഗറിനെ കുറിച്ച് പറയുന്നു. അപ്പം അതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തത് സെൻട്രൽ എക്സ്പെൻഡിച്ചർ ഓൺ CPSU. എന്താണ് ഈ CPSU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? സെൻട്രൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. ഓക്കെ, സെൻട്രൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. ഇതിന് വേണ്ടി വരുന്ന എക്സ്പെൻഡിച്ചറുകളെല്ലാം തന്നെ അതർ സെൻട്രൽ എക്സ്പെൻഡിച്ചറിന്റെ അണ്ടറിലാണ് വരിക. അതേപോലെ ഓട്ടോണമസ് ബോഡീസിന് വേണ്ടിയിട്ട് നമ്മുടെ സ്പെൻഡിങ് വരികയാണെങ്കിൽ എന്ത് ഈ ഓട്ടോണമസ് ബോഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഓട്ടോണമസ് ബോഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഗവൺമെന്റിന്റെ കൺട്രോൾ ഉണ്ടാകും, പക്ഷെ അതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് സെൽഫ് മോഡായിരിക്കും. അതായത് ഇപ്പോൾ ആ ഒരു ഇപ്പൊ IIT അല്ലെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഉണ്ട്, അതേപോലെ തന്നെ NIM ഉണ്ട്, അതായത് എന്താണ് നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിംഗ്. ഓക്കെ, ഇങ്ങനെയുള്ള അതുപോലെ നിമാസ് ഉണ്ട്. ഇതൊക്കെ ബേസിക്കലി എന്താണ്? ഓട്ടോണമസ് ബോഡീസ് ആണ് ഇന്ത്യയിലെ. ആ ഓട്ടോണമസ് ബോഡീസിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് അത് ബോഡീസ് ആയിരിക്കും, പക്ഷെ ഗവൺമെന്റിന്റെ എന്തുണ്ടാകും? ഒരു കൺട്രോൾ ഉണ്ടാകും. അപ്പൊ അങ്ങനെ വരുന്ന ബോഡീസിന്റെ, അതായത് ഓട്ടോണമസ് ബോഡീസിന്റെ എക്സ്പെൻഡിച്ചേഴ്സും ഈ അതർ സെൻട്രൽ എക്സ്പെൻഡിച്ചറിലാണ് വരിക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് പേയ്മെന്റിന് വരുന്ന നമ്മുടെ എക്സ്പെൻഡിച്ചർ, ഡെപ്റ്റ് റീപേ ചെയ്യാൻ അല്ലെ, ഡെപ്റ്റ് റീപേ ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്സ്പെൻഡിച്ചേഴ്സ്, അതേപോലെ തന്നെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ, ഇത് പല പല ഓർഗനൈസേഷൻസ്, അതിലേക്കൊക്കെയുള്ള നമ്മുടെ എന്താ പറയാ കോൺട്രിബ്യൂഷൻസ്, ഇതെല്ലാം തന്നെ അതർ സെൻട്രൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് വരിക എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ വി ആർ മൂവിങ് ടു സെൻട്രലി സ്പോൺസേർഡ് സ്കീം ആൻഡ് അതർ ട്രാൻസ്ഫേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സെന്റേഴ്സ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടും സെൻട്രലി സ്പോൺസേർഡ് സ്കീം ആൻഡ് അതർ ട്രാൻസ്ഫേഴ്സ് എന്ന് പറഞ്ഞിട്ടും നമ്മൾ രണ്ട് കാറ്റഗറിയുടെ അണ്ടറിലായിട്ടാണ് നമ്മൾ ഈ 6 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ എന്തൊക്കെയാ വരുന്നത് നോക്കാം. Centrally sponsored scheme, on the other hand, will include the schemes as reflected in the statement 4A of expenditure profile and also as approved by the competent authority during the year. These schemes will be implemented by the state or UT governments with the sharing pattern as approved by the government. ഒന്നുമില്ല, നിങ്ങൾ ഇങ്ങനെ മാത്രം ഓർക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു സെൻട്രൽ സെക്ടർ സ്കീംസ് പറഞ്ഞു. അതെന്താണ്? നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതിനെയാണ് സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ ഈ ഒരു ടേം ആലോചിച്ചാൽ മതിയോ? സ്പോൺസേർഡ്. ആരാ സ്പോൺസർ ചെയ്യുന്നത്? സെൻട്രൽ സ്പോൺസർ ചെയ്യാണ് അല്ലെ. അപ്പൊ സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് എന്ന് പറയുമ്പം അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ്സോ അല്ലെങ്കിൽ UTs
യൂണിയൻ ടെറിട്ടറീസോ ആണെന്നുള്ളത് ഓർക്കുക. അപ്പൊ നോക്കിയേ, സെൻട്രൽ ഗവൺമെന്റ് സ്പോൺസർ ചെയ്യുന്ന സ്കീംസിന് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസോ ആണെന്ന് മാത്രം ഓർക്കുക. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമ്മുടെ 4A ഓഫ് എക്സ്പെൻഡിച്ചർ ആണ്. 4A ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിലാണ് ബേസിക്കലി ഈ സെൻട്രലി സ്പോൺസർഡ് സ്കീമിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ദ സെൻട്രൽ ഷെയർ ഫോർ ദ സ്കീംസ് വിൽ ബി റൂട്ടഡ് ത്രൂ ദ സ്റ്റേറ്റ് ഓർ UT treasuries as grants under various objects heads, except in case of direct benefit transfer where the functional head could be used. അപ്പൊ നോക്കിയേ, ഇങ്ങനെയുള്ള എന്താണ് സെൻട്രലി സ്പോൺസേർഡ് സ്കീംസിന് ആവശ്യമായിട്ടുള്ള ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ UTസിന്റെ ഒക്കെ ബാങ്ക് വഴിയാണ്, ട്രഷറി വഴിയാണ് എന്ത് ചെയ്യുക, അതിന്റെ ഫംഗ്ഷനിങ് പോവുക. അപ്പൊ സം ടൈംസിൽ നമുക്ക് എന്താണ് ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, എന്താണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫേഴ്സ്. എന്താണ് ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്? ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ് ഈസ് എ സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2013. ഓക്കെ, 2013 ഈ ഒരു DBT ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ DBT എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കീംസ് സെൻട്രലി സ്പോൺസേർഡ് തന്നെ ആയിരിക്കും, പക്ഷെ അതിന് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ബെനഫിഷ്യറീസിന് നേരിട്ട് ബാങ്ക് ത്രൂ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, DBT എന്ന് പറയാം. ഓക്കെ, അതായത് അവിടെ എന്തുണ്ടാവില്ല, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു ഇടനില ഉണ്ടാവില്ല. മനസ്സിലായോ? അതായത് സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് ബെനഫിഷ്യറീസിന് എന്ത് ചെയ്യാണ്, ഇപ്പൊ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യൊക്കെ ആണെങ്കിൽ അതിന് നമ്മൾ എന്താ വിളിക്കുക, DBT എന്നാണ് വിളിക്കുക. അപ്പം ഇങ്ങനെ DBTയിൽ വരുന്ന കേസ് ആകുന്ന സമയത്ത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് UTs ആയിരിക്കില്ല അവിടെ ഫംഗ്ഷനിങ് നടത്തുക, പക്ഷെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്തായിരിക്കും, അത് സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? ഇനി the category finance commission transfers will only come in the demand titled transfers to states under the Department of Expenditure, Ministry of Finance. അതേപോലെ തന്നെ നമുക്കറിയാം എന്താണ് ഫിനാൻസ് കമ്മീഷൻ എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ഈ ഫിനാൻസ് കമ്മീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫണ്ട് ട്രാൻസ്ഫേഴ്സ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചേഴ്സ് എല്ലാം തന്നെ ട്രാൻസ്ഫേഴ്സ് ടു സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ടൈറ്റിലിന്റെ അണ്ടറിലായിരിക്കും വരിക എന്നുള്ളത് ഓർക്കുക. ഓക്കെ, next, the category other transfers to states will include all other transfers to state such as those made under National Disaster Response Fund assistance to scheme under proviso to Article 275(1) of the Constitution. ഇപ്പൊ നോക്കി, ഇവിടെ ഒരു ആർട്ടിക്കിളിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, 275(1) of the Constitution. ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫേഴ്സ് ടു സ്റ്റേറ്റ് എന്ന് പറയുന്ന അതർ ട്രാൻസ്ഫേഴ്സ് ടു സ്റ്റേറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് ബേസിക്കലി എന്തെന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഒരു എക്സ്പെൻഡിച്ചർ വരികയാണ്, നമുക്ക് ഒരു നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്, ഇപ്പൊ എന്തെങ്കിലും ഡിസാസ്റ്റർ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാകും, എക്സ്പെൻഡിച്ചർ ഉണ്ടാകും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള എക്സ്പെൻഡിച്ചറുകളൊക്കെ തന്നെ നമ്മൾ ഏതിന്റെ അണ്ടറിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, അതർ ട്രാൻസ്ഫേഴ്സ് ടു സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലായിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.